എന്താ? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് പ്രശ്നത്തിനും ഞാൻ അള്ളാനെ ഇടപെടിപ്പിക്കുകയുള്ളൂ, അത് ഞാൻ തെളിയിക്കുമെന്നാണ് അള്ളാഹ് കൊടുത്ത ഉറപ്പ്. പ്രശ്നം വന്നപ്പോൾ നീ അമൃതത്വങ്ങളെയാണ് ഇടപെടിപ്പിച്ചത്, എങ്കിൽ നിന്റെ ഷഹാദത്ത് ബാത്തിലായി. നീ ഖിയാനത്ത് കാണിച്ചു അള്ളാഹുവിനോട്. ഫലസ്തീൻ തൊട്ട് നാദാപുരം വരെയുള്ള പ്രശ്നത്തിന് കാരണം ഈ ഖിയാനത്താണ്. ഫലസ്തീൻ തൊട്ട് നാദാപുരം വരെ മുസ്ലിം പ്രശ്നം. എന്താണ് മുസ്ലിം പ്രശ്നം? രാഷ്ട്രീയമാണോ? ഒരിക്കലും അല്ല. 200 ചില്ലാൻ രാജ്യങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ലോകത്തുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് എന്ന ഹെഡിങ്ങിൽ ഒരുപാട് രാജ്യങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ട് ഒറ്റക്ക്. സാമ്പത്തികമാണോ? മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് മുസ്ലിമീങ്ങളുടെ കയ്യിലാണ്. സാമൂഹ്യമാണോ? ഇത്ര അടുക്കും ചിട്ടയുള്ള സമുദായത്തെ ലോകത്ത് വരെ കാണിച്ചു തരാൻ സാധിക്കൂല. ഇത്ര ഡിസിപ്ലിൻ ഉള്ള സമുദായത്തെ വരെ കാണിച്ചു തരാൻ സാധിക്കൂല. എന്താണ് പിന്നെ മുസ്ലിം പ്രശ്നം എന്ന് പറഞ്ഞാൽ? എവിടെ നോക്കിയാലും മുസ്ലിം പ്രശ്നം. 100% മുസ്ലിമീങ്ങളുള്ള സൗദിയിലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്, 90% മുസ്ലിമീങ്ങളുള്ള ഫലസ്തീനിലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്, 2% മുസ്ലിമീങ്ങളുള്ള സൗത്ത് ആഫ്രിക്കയിലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്, 30% മുസ്ലിമീങ്ങളുള്ള ഇന്ത്യയിലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്. ഭൂലോകത്ത് എവിടെ നോക്കിയാലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക്. ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമില്ല, ജൂതന്മാർക്ക് പ്രശ്നമില്ല, ആര്യന്മാർക്ക് പ്രശ്നമില്ല, ദ്രാവിഡന്മാർക്ക് പ്രശ്നമില്ല. പ്രശ്നമായ പ്രശ്നം ഉള്ളതും ഇല്ലാത്തതും എല്ലാം മുസ്ലിങ്ങളുടെ പേരടിക്ക്. എന്തുകൊണ്ട്? ഈ പറയപ്പെട്ട മതക്കാരും അള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരല്ല. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ അവരുടെ കാര്യത്തിൽ നടപടി ഉണ്ടാവുകയില്ല. അവരെ പറ്റി മൊത്തത്തിൽ തീരുമാനം അള്ളാഹ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്ത്? ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. മൊത്തത്തിൽ അള്ളാഹ് തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദുനിയാവിൽ നടപടി എടുക്കേണ്ട പ്രശ്നമില്ല. ദുനിയാവിൽ അള്ളാഹു തആല അവരെ ജീവിക്കാൻ വിടുന്നു. ഫമഹ്ലിൽ കാഫിരീന അംഹിൽഹും റുവൈദ. അതുകൊണ്ട് നടപടി നമ്മൾ നേരെ തിരിച്ചാ ചിന്തിക്കുക. നമ്മൾ മുസ്ലിമീങ്ങൾ, ഹിന്ദുക്കൾ അള്ളാഹ് വെറുതെ വിടുന്നു, ക്രിസ്ത്യാനികൾ അള്ളാഹ് വെറുതെ വിടുന്നു, മുസ്ലിങ്ങൾക്ക് മാത്രം പ്രശ്നം. ശരിയാ. മുസ്ലിമീങ്ങൾ മാത്രമേ പാസ്പോർട്ട് എടുത്തിട്ട് പൗരന്മാരുള്ളൂ, ബാക്കിയുള്ള എല്ലാം അനധികൃതമാണ്. IS ഒരു ഓട്ടോറിക്ഷക്കാരനും ഉന്തുവണ്ടിക്കാരനും കൂടി റോട്ടുമെന്ന് അടികൂടി, ഓട്ടോറിക്ഷക്കാരനും ഉന്തുവണ്ടിക്കാരനും കൂടി കേസായി. കളക്ടർ ഇടപെടുവോ? കളക്ടർ വിട്ടിട്ട് ഓട്ടോറിക്ഷക്കാരനോട് നീ ഓട്ടോറിക്ഷ ഓടിക്കാൻ പാടില്ല, നീ മാന്യതയ്ക്കെതിരാണ് പ്രവർത്തിച്ചെന്ന് പറയോ? നീ ഉന്തുവണ്ടി വലിക്കാൻ പാടില്ലെന്ന് പറയോ? അത് പെറ്റി കേസ്, പിറ്റേന്ന് പോലീസുകാരനെ എഴുതിത്തുള്ളൂ. അതേസമയത്ത് ഒരു IAS കാരൻ അല്ലെങ്കിൽ IPS കാരൻ റോട്ടുമെന്ന് അടികൂടിയാൽ ഗവൺമെന്റ് ഇടപെടും, അവനിക്ക് ഓർഡർ കൊടുക്കും. ഒന്നിക്കൽ അവന്റെ IAS സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവന്റെ IAS ഡിസ്മിസ് ചെയ്യും. എന്താ ഓട്ടോറിക്ഷക്കാരനും നമ്മൾ വ്യത്യാസം? IAS കാരൻ IPS കാരൻ ഇന്ത്യ രാജ്യത്തിന്റെ ഔദ്യോഗിക പൗരനും ഇന്ത്യന്റെ ഭരണകൂടത്തിന്റെ സർവന്റുമാണ്. അവനെ പഠിപ്പിച്ചത് ഗവൺമെന്റ് സ്വന്തം കാശേരവാക്കിയിട്ടാണ്. ഓട്ടോറിക്ഷക്കാരൻ ഗവൺമെന്റിന്റെ ആരുമല്ല, അതുകൊണ്ടാണ് അവനെ വെറുതെ വിട്ടത്. IAS കാരൻ ഗവൺമെന്റിന്റെ സ്വന്തം ആളാണ്. അതുകൊണ്ട് ചെറിയ കേസ് വന്നാലും അവന്റെ IAS ചോദ്യം ചെയ്യപ്പെടും, അവനെ നിലക്ക് നിർത്തും ഗവൺമെന്റ്. ഇതാണ് സുഹൃത്തുക്കളെ ഭൗതിക നിയമം. എങ്കിൽ അള്ളാഹുവിന്റെ നിയമം അതിനേക്കാൾ ബലമാണ്. ഷഹാദത്ത് കൊടുത്ത മുസ്ലിമീങ്ങളെ ഭാഗത്തുനിന്ന് റോങ് വരുമ്പോഴാണ് അള്ളാഹു തആല ഇടപെടുക. ഷഹാദത്ത് കൊടുത്തിട്ടില്ലാത്ത മറ്റുള്ളവരുടെ കാര്യത്തിൽ അള്ളാഹ് ഇടപെടുകയില്ല. അവന് എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവശ്യം പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ അള്ളാഹു ആദർശം നോക്കിയിട്ടല്ല കൊടുക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആവശ്യം പൂർത്തിയാക്കിയാൽ മതി അവർക്ക്. നമുക്ക് ആദർശവും കൂടി പൂർത്തിയാക്കണം. ആവശ്യം പൂർത്തിയാക്കിയാൽ മാത്രം പോരാ, മുസ്ലിമീങ്ങൾക്ക് ആദർശവും കൂടി പൂർത്തിയാക്കണം. ആദർശത്തിൽ പോരായ്മ വരുമ്പോൾ അള്ളാഹു തആല പിടിച്ചിരിക്കും. ആവശ്യത്തിലെ പോരായ്മ അത് ഹിന്ദുവിന് കൊടുക്കും പോലെ, ക്രിസ്ത്യാനിക്ക് കൊടുക്കും പോലെ മുസ്ലിങ്ങൾക്കും കൊടുക്കും. അതിനൊരു അജ്മീർ യാത്രയോ നാവൂർ യാത്രയോ പോത്തിനെ അറുക്കലോ എരുമിനെ അറുക്കലോ ആവശ്യമില്ല. അത് വിഡ്ഢിത്തമാണ്. ഈ ഉമ്മത്ത് ചെയ്യുന്ന പടുവിഡ്ഢിത്തം. ക്രിസ്ത്യാനിക്ക് അള്ളാഹ് ഓശാരമായി കൊടുക്കുന്നു, ജൂതൻ അള്ളാഹ് ഓശാരമായി കൊടുക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരനും കൊടുക്കുന്നു, മുസ്ലിമീങ്ങൾക്ക് പോത്തിനെ അറുത്താലേ കൊടുക്കുള്ളൂ. ഇത് ആരുണ്ടാക്കിയ തോന്നിയ വാസമാണ്. അള്ളാഹുവിന്റെ ഈ ഏർപ്പാടിൽ അള്ളാന്റെ മേൽ കള്ളം ആരോപിക്കുന്നവനേക്കാൾ കടുപ്പപ്പെട്ടവൻ ആരാ? ഇത് അള്ളാന്റെ മേൽ കള്ളം ആരോപിക്കലല്ലേ? ഈ ശൈഖിന് പോത്തിനടുത്ത് നേർച്ചയാക്കിയാലേ നിങ്ങളെ കാര്യം നടക്കൂ എന്ന് വിശ്വസിപ്പിച്ചത് കള്ളമല്ലേ? അള്ളാഹു ചെയ്യുന്ന ജോലിയെ നേരെ തിരിച്ചു പറഞ്ഞു കൊടുക്കലല്ലേ? മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അള്ളാഹ് ഞമ്മക്ക് കിട്ടണമെങ്കിൽ പോത്തിനെ നേർച്ചയാക്കണം എന്ന് പറയുന്നത് കള്ളത്തരവും വിഡ്ഢിത്തവും തോന്നിയവാസവും അല്ലെങ്കിൽ പിന്നെന്താ? കള്ളമാണ് അള്ളാഹുവിന്റെ മേൽ ആരോപിച്ച കള്ളം. എന്ന ആദർശം അങ്ങനെയല്ല. ആദർശത്തിൽ പോറലേറ്റാൽ അള്ളാഹു തആല ദുനിയാവിൽ നിന്ന് മുസ്ലിങ്ങൾ പിടിക്കും. എന്താണ് ആദർശം? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ
മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് കൊടുത്ത ഷഹാദ, ആ ഷഹാദത്തിന് എന്തെങ്കിലും തരത്തിൽ ഖിയാനത്ത് സംഭവിച്ചാൽ മുസ്ലിമീങ്ങളെ അല്ലാഹു തആല പിടിക്കും. ആ പിടുത്തമാണ് ഫലസ്തീൻ തൊട്ട് നാദാപുരം വരെ നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ UN വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂല. ലോകത്തുള്ള മുഴുവൻ ഭരണ സംഘടനകൾ വിചാരിച്ചാൽ സാധിക്കൂല. ലോകത്ത് മുസ്ലിം പ്രശ്നം പരിഹരിക്കാൻ ഒറ്റൊരു മരുന്നേ ഉള്ളൂ, ഷഹാദത്തിൽ അമാനത്ത് പാലിക്കാൻ തയ്യാറാകുക. വേറൊരു മരുന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിൽ, മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദത്തിൽ അമാനത്ത് പാലിക്കാൻ തയ്യാറാകുക. ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള അമാനത്ത് തൗഹീദാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിലുള്ള അമാനത്ത് റിസാലത്താണ്. ഇനി നിങ്ങൾ ബാക്കി തൗഹീദും റിസാലത്തും എന്താ പഠിക്കും. ഇതാണ് സലഫി പ്രസ്ഥാനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന വിഷയം. വേറെ പുതുതായിട്ടൊന്നും സലഫി പ്രസ്ഥാനങ്ങൾ പറയാനില്ല, ലോകത്തൊരിടത്തും പറയാനില്ല. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് തുടങ്ങി സഹാബാക്കൾ ഏറ്റെടുത്തു, ഇമാമിങ്ങൾ ഏറ്റെടുത്തു, മുഹദ്ദിസീങ്ങൾ ഏറ്റെടുത്തു, മുഹഖിഖീങ്ങൾ ഏറ്റെടുത്തു, അത് കഴിഞ്ഞിട്ട് മുജദ്ദിദുകൾ ഏറ്റെടുത്തു. ആ പാരമ്പര്യമായിട്ട് കിട്ടിയ, അഷ്റഫുൽ ഖൽഖിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ ഷഹാദ ലോകത്തെ മാലോകരെ അറിയിക്കുക. ഇതാണ് സലഫിയാക്കൾ ചെയ്യുന്ന ജോലി, സലഫി പണ്ഡിതന്മാർ ചെയ്യുന്ന ജോലി, സലഫി പ്രവർത്തകന്മാർ ചെയ്യുന്ന ജോലി, സലഫി പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന ജോലി. ആരോപണങ്ങൾ വന്ന് എന്തുകൊണ്ടാണ് 1200 കൊല്ലം പഴക്കമുള്ള ഷീഈയത്തിന്റെ അടിവേരുള്ള കേരളത്തിലായാലും ലോകത്തായാലും ആ അനുഷ്ഠാന രംഗത്തും മദ്ഹബിയത്തും അതേപോലെ തന്നെ ആചാര രംഗത്ത് ഷീഈയത്തും നിലവിൽ കൊണ്ടുവന്ന 98% വരുന്ന മുസ്ലിമീങ്ങൾ സലഫിയത്തിനെതിരായിട്ട് കുരയ്ക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഷഹാദത്ത് യാഥാർത്ഥ്യമായാൽ പ്രിയപ്പെട്ട സമൂഹത്തെ ഉപയോഗിച്ച് ചൂഷണം ചെയ്ത് രാജ്യം ഭരിക്കാൻ ഭരണകൂടത്തിനും കഴിയില്ല, അതേപോലെ തന്നെ ആർത്തി തീർക്കാൻ പുരോഹിതന്മാർക്കും കഴിയില്ല. അതുകൊണ്ടാണ് അന്ന് ഇമാം അബൂ ഹനീഫ മുതൽ ഇന്ന് ഒരു ഗ്രാമത്തിലുള്ള സലഫി വരെയും പീഡനങ്ങൾ അനുഭവിക്കുന്നത് ഈ ഒറ്റ കാരണത്താലാണ്. ഇതെല്ലാം നമുക്ക് വിഷയം. നാം അംഗീകരിച്ചിരിക്കേണ്ട യാഥാർത്ഥ്യം എന്താണോ അത് കണ്ണോടച്ച് അംഗീകരിക്കലാണ് ആഖിറത്തിൽ വിജയിക്കാനുള്ള വഴി. അതുകൊണ്ട് ഈമാൻ സ്വഹീഹാക്കുക, അമലുകൾ കബൂലാക്കാൻ ശ്രമിക്കുക. ഈമാൻ സ്വഹീഹാക്കുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും അള്ളാഹുവിനെ മാത്രം ഇടപെടിപ്പിക്കുകയും ആ അള്ളാന്റെ മുമ്പിൽ മാത്രം സകല പരാതികളും അർപ്പിക്കുകയും ചെയ്യുക. ഇതാണ് ഈമാൻ സഹിയാക്കാനുള്ള വഴി. അമല് കബൂലാക്കാനുള്ള വഴി എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് മുസ്തഫ തങ്ങളല്ലാത്ത മറ്റൊരാളെ നായകനായി പരിഗണിക്കുന്ന പ്രശ്നമില്ല, ഒരു ഇമാമിനെ നായകനാക്കുന്ന പ്രശ്നമില്ല, ഒരു ഷെയ്ഖിനെ നായകനാക്കുന്ന പ്രശ്നമില്ല, ഒരു മൗലാനാനെ നായകനാക്കുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ട്? അവർക്ക് ആർക്കും ഞാൻ ഷഹാദത്ത് കൊടുത്തിട്ടില്ല, മുഹമ്മദ് അള്ളാന്റെ റസൂലാണ് ഞാൻ ഷഹാദത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് കടപ്പാട് മുഹമ്മദിനോടേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈമാന്റെ കാര്യത്തിൽ കടപ്പാട് അള്ളാഹിനോട് മാത്രം, അഅ്മാലിന്റെ കാര്യത്തിൽ കടപ്പാട് മുഹമ്മദ് മുസ്തഫയോട് മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല പ്രമേയമാണ്. പ്രകാശിക്കുന്ന ഈമാൻ അള്ളാഹു നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരികയും ചെയ്യട്ടെ. സുന്നത്തും ഫർളുമായ അമലുകളെ കൊണ്ട് നമ്മുടെ ഈമാൻ താക്കത്തും ഖുവ്വത്തുമുള്ളതാക്കി അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ, ചിലർ വീടുകളിൽ, ചിലർ ആശുപത്രികളിൽ, കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, അള്ളാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ. നമുക്കത്തരം രോഗങ്ങളൊന്നും വരാതെ തരാതെ അള്ളാഹു കാക്കുകയും ഈ തന്ന ആഫിയത്ത് ഒരു പോറലും ഏൽക്കാതെ മരിക്കുന്നത് വരെ അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യട്ടെ. നമ്മുടെ ഗർഭിണികൾക്ക് സുഖപ്രസവവും ആഫിയത്തും അള്ളാഹു ഓശാരമായി നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ ഉമ്മുമ്മമാർ, ഉപ്പുപ്പമാർ ബർസഖിന്റെ ലോകത്താണ്, കാത്തിരിപ്പിന്റെ ലോകത്ത്. ചിലർ അള്ളാഹുവിന്റെ അടുക്കൽ നല്ല റാഹത്തിലാണ്, മറ്റ് ചിലർ എന്തോ കാരണത്താൽ അള്ളാഹുവിൽ നിന്ന് വളരെ അകലത്തിലും ദൂരത്തിലും പ്രയാസത്തിലും വിഷമത്തിലുമാണ്. എല്ലാവരെയും ആ നല്ലവരെ കൂട്ടത്തിൽ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മൾ മരിച്ച് ബർസഖിലെത്തുമ്പോൾ ആ നല്ലവരോടൊപ്പം ചെന്ന് ചേരാനും അവരെയും കൂട്ടി ജന്നത്തുൽ ഫിർദൗസിലെത്താനും നമ്മുടെ തൗഹീദിന്റെ, ഷഹാദത്തിന്റെ, അമാനത്തിന്റെ രേഖകൾ അള്ളാഹ് പരിശോധിക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ട്, അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട്, അള്ളാഹിന്റെ അടുത്ത അയൽവക്കക്കാരായി അബദുൽ ആബാദ് കഴിയാൻ, കാലാകാലം കഴിയാൻ
എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. أقول قولي هذا والله أعلم وأستغفر الله العظيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.